അസ്സലാമു അലൈക്കും. മോളെയും മുറക്കി കട്ടിലിൽ കിടത്തി മാഷി ഹാളിലേക്ക് ചെന്നു. അവിടെ ഉവൈസും മാഹിനും നല്ല സംസാരത്തിലാണ്. നാളെ ഹോസ്പിറ്റലിൽ പോയാൽ പിന്നെ ഫോൺ വിളിയൊന്നും നടക്കില്ല എന്ന് പറഞ്ഞു കേട്ടത്. അവിടെ ഫോൺ പരമാവധി ഒഴിവാക്കണമെന്നാണ് റൂൾ. അതിൻ്റെയൊക്കെ വിഷമത്തിൽ സുഹൈലത്ത ഒരു മൂലക്ക് ചടഞ്ഞിരിപ്പുന്നുണ്ട്. പെട്ടെന്ന് അരികത്ത് ചെന്നിരുന്ന് ആ മുഖം പിടിച്ചൊന്നുയർത്തി മാഷി. എന്താണ് മുഖം ഇങ്ങനെ വാടിയിട്ട്? ഒട്ടും കൊള്ളില്ലാട്ടോ സുഹൈലത്ത, ഇങ്ങനെ ഒന്ന് ചിരിക്ക്. അവിടെ കവിളിൽ പിടിച്ചു വലിച്ച് മാഷി അരികത്തിരിക്കുമ്പോൾ അവൾക്ക് വേണ്ടി ഒന്ന് ചിരിച്ചു സുഹൈല. എനിക്ക് വല്ലാത്ത ടെൻഷനുണ്ട് മാഷി. ഇതുവരെയും ഹോസ്പിറ്റലിൽ ഒന്ന് ചെന്ന് കിട്ടാനായിരുന്നു. ഇപ്പോൾ നെഞ്ച് പടപട എടുക്കുക, ഇരുന്നിട്ട് ഇരിപ്പിറക്കാത്തതുപോലെ. പുറമേ ചിരി വരുത്തി കാട്ടുന്നു എന്നേ ഉള്ളൂ മാഷി. ഇത് കൂടി ശരിയായില്ലെങ്കിൽ. പറഞ്ഞ് പൂർത്തിയാക്കും മുമ്പേ മാഷി അവളുടെ ചുണ്ടിന് മീതെ കൈവച്ച് തടഞ്ഞിരുന്നു. എന്തിനാ സുഹൈലത്ത ഇത്രയും നെഗറ്റീവ് ചിന്തിക്കുന്നത്? എത്രത്തോളം ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം പഠിച്ചോ നമുക്ക് എത്തിച്ചു തരുമെന്നല്ലേ. എന്നിട്ട് എപ്പോഴും ഇങ്ങനെ ആശങ്ക വെക്കാതെ വരാൻ പോകുന്ന കുഞ്ഞു മുഖം ഓർത്തു നോക്കി. ഈ വയറ്റിൽ വരുന്ന തുടിപ്പും എടുപ്പും ചലനമൊക്കെ ചിന്തിച്ച് നോക്ക്. അവസാനം വേദനയുടെ കാഠിന്യവും പേറി ആ കുഞ്ഞ് മുഖം കാണുന്ന നിമിഷത്തെക്കുറിച്ച് ആലോചിക്ക്. ഉറപ്പായാലും ഈ വയറ്റിലെ ഒരു തുടിപ്പ് പഠിച്ചോന് ഇട്ടുതരും ഇൻഷാ അല്ലാ. അവൾക്ക് ആത്മവിശ്വാസം പകർന്നുകൊണ്ട് മാഷി അവൾക്ക് ഓരോന്നും പറഞ്ഞു കൊടുത്തു. മനസ്സിലെ ആകുലത മാറി സുഹൈല കണ്ണു തുടച്ചു. ഞങ്ങൾ പോയാൽ നീ 4 മക്കളെയും എങ്ങനെ നോക്കും മാഷി? 2 കൈകുഞ്ഞുങ്ങൾ ഒറ്റയ്ക്കിട്ടിട്ട് പോകാനും മനസ്സ് അനുവദിക്കുന്നില്ല. അപ്പുറത്തെ സാറിനെ ഒന്ന് വിളിച്ചു പറഞ്ഞാലോ? ഉവൈസുക്കിയോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ. അവിടെയും ആരുമില്ലാതെ നിനക്കൊരു സഹായത്തിന് എന്ത് ചെയ്യുമെന്നാ? ഞങ്ങളെല്ലാവരും കൂടി ഉണ്ടായിട്ട് തന്നെ ഇപ്പോൾ തിരക്കൊഴിയുന്നില്ല. അപ്പോൾ പോയി കഴിഞ്ഞാൽ അവളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുമെന്ന് ആദ്യമുണ്ട് സുഹൈലാക്ക്. പക്ഷേ മാഷി ചിരിച്ചതേയുള്ളൂ. കയ്യിലുള്ള അമൃതം കൊണ്ട് 2 കുഞ്ഞുങ്ങളെ നോക്കാൻ വലിയ പ്രയാസം കാണില്ല. മോൾക്ക് പാല് കൊടുത്ത കാര്യം സുഹൈല അറിയിക്കുന്നുമില്ല. പിന്നെയുള്ള 2 മക്കൾ മോള് മുസമ്മിനെ നോക്കിക്കോളും. അവന് കഥ പറഞ്ഞു കൊടുത്തും കൈ പിടിച്ച് കൂടെ കൂട്ടിയും ഒരു ബുക്കും കളർ പെൻസിലും കൊടുത്താൽ തീരുന്ന പ്രശ്നമുള്ളവർക്കും ഇനിയുള്ളത് വീട്ടുജോലിയാണ്. എന്നും നേരത്തെ തന്നെയാണ് ഉണരാറ്. ആ സമയം മക്കൾ ഉറക്കാവും. 1-2 മണിക്കൂർ കൊണ്ട് വേഗം അവയൊക്കെ ചെയ്ത് തീർക്കാൻ ഇപ്പോൾ മാഷിക്ക് എളുപ്പമാണ്. പിന്നീടുള്ള സമയം മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചാൽ തന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുമെന്ന് ഉറപ്പുണ്ട് മാഷിക്ക്. ജീവിതം പഠിച്ച പാഠങ്ങൾ അവയൊക്കെയും മനഃപ്പാഠമാണ് അവൾക്ക്. എല്ലാത്തിനും പരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്ത് സുഹൈലയെ നോക്കുമ്പോൾ അവിടെ കണ്ണും മിഴിച്ച് ഇരിപ്പുന്നുണ്ട്. ശരിയാ മാഷി, നീ 3 മക്കളുടെ ഉമ്മയാണെന്ന് ഞാൻ ഇടയ്ക്ക് മറന്നുപോയി. ചിരിച്ചുകൊണ്ടാണ് സുഹൈല അത് പറഞ്ഞത്. ഒരു ഉമ്മാക്ക് പറ്റാത്തത് എന്താണ്? മക്കളെ നോക്കാനും വീട്ടുജോലി ചെയ്യാനും അവർക്ക് നിഷ്പ്രയാസം കഴിയും. ഓരോന്നിനും എത്ര സമയമെടുക്കുമെന്നും എപ്പോൾ ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നൊന്നും അവർക്കൊരു ഉദ്ദേശം ഉണ്ടാവും. ഉമ്മ ഒരു അത്ഭുതമാണ്, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതം. സുഹൈലയും ഉവൈസും ഉറങ്ങാൻ വേണ്ടി പോയതും മാഹിൻ മാഷിയുടെ അരികിൽ വന്നു. അവളുടെ മടിയിലേക്ക് തല വെച്ച് കിടന്നു. നീ എൻ്റെ തലയൊന്ന് മസാജ് ചെയ്യും മാഷി, ആകെ പുകഞ്ഞിരിപ്പാണ് തല. അവളുടെ കൈ പിടിച്ച് തലയിലേക്ക് വെച്ചുകൊണ്ടവൻ കണ്ണടച്ച് കിടന്നു. ഉമ്മയുള്ളപ്പോൾ മിക്ക ദിവസവും ഈ കിടത്തം ഉമ്മാൻ്റെ മടിയിൽ പതിവായിരുന്നു. ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഉമ്മാൻ്റെ മടിയിൽ തല വെച്ചിങ്ങനെ കിടക്കും. മിക്കവാറും രാത്രി ഉപ്പയെ കാത്തുള്ള ഉമ്മയുടെ നോട്ടങ്ങൾക്ക് കൂട്ടിക്കിടക്കുന്നതാണ്. മൈലാഞ്ചി ചുവപ്പുള്ള കൈകൊണ്ട് മുടിച്ചുരുളിലേക്ക് കൈ കടത്തും മുമ്പേ ഇക്കാക്ക ആ കൈ പിടിച്ച് മണത്ത് നോക്കും. മൈലാഞ്ചി മണമുള്ള ഉമ്മാൻ്റെ കൈ ഇക്കാൻ്റെ വീക്ക്നെസ്സാണ്. അതിലെ കുത്തുകളും കോലുകളും വെറുതെ ചുരണ്ടി ഇളകുന്നുണ്ടോ എന്ന് നോക്കും. മൈലാഞ്ചി ചുമക്കാൻ അതിന് മുകളിൽ പീട്ടുന്ന എണ്ണമയം കൂടി കലരുന്ന മണം പിടിച്ച് ചിലപ്പോൾ ഇക്കാക്ക ഉറങ്ങിപ്പോവും. ഉപ്പ വരുന്നേരം പിന്നെ താങ്ങി പിടിച്ച് റൂമിൽ കൊണ്ടുപോയി കിടത്തും. അപ്പോഴും ഉറക്കത്തിൻ്റെ വക്കിലൊരു ചോദ്യമുണ്ട്. ഉപ്പ എന്ത് കൊണ്ടുവന്നത് ഉമ്മാന്ന്? വളർന്ന് എത്ര വലുതായാലും ഉപ്പാക്കും ഉമ്മാക്കും മുന്നിൽ അവരൊക്കെ കുഞ്ഞു മക്കൾ തന്നെ. മാഹിൻ അറിയാതെ ഓർത്തുപോയി. മാഷി, ഉപ്പാൻ്റെ ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് മാഷി, അതും നാട്ടിൽ തന്നെ. അവളുടെ മസാജിൽ കുറച്ച് ആശ്വാസം തോന്നിയ നേരം മാഹിൻ പറഞ്ഞു തുടങ്ങി. ഇക്കാക്ക, അതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പോയതല്ലേ, കുറേ പൈസ ആവില്ലേ അതൊക്കെ തിരിച്ചു പിടിക്കാൻ? അതുമല്ല, അതിനെക്കുറിച്ച് ഒന്നും അറിയാതെ വീണ്ടും തുടങ്ങിയാൽ നഷ്ടങ്ങൾ മാത്രമേ കാണുള്ളൂ. ഇക്കാക്കയും ഉപ്പയെപ്പോലെ കടങ്ങളിലേക്ക് പോകുകയാണോ?
ഉപ്പാൻ്റെ നോവ് നിറഞ്ഞ മുഖം തെളിഞ്ഞതും അവളിൽ നിന്ന് കണ്ണീർ വാർന്നു തുടങ്ങി. ഇനിയും നഷ്ടങ്ങൾ താങ്ങാനില്ല തനിക്ക്. വേണ്ടിക്കാക്ക, പോയതൊക്കെ പോട്ടെ. ഇനിയും അതിൻ്റെ പുറകിൽ നടന്നിട്ട് ഇങ്ങളും കൂടിയില്ലെങ്കിൽ ഞാനൊറ്റക്കായി പോവില്ലേ? ഇനി ആരുണ്ട് എനിക്ക് സ്വന്തമെന്ന് പറയാൻ? ഉപ്പാൻ്റെ കടങ്ങളും അവസാന നാളുകളിലെ പരീക്ഷണങ്ങളുമാണ് അവളെ വേദനിപ്പിക്കുന്നത് എന്നറിയാം. അവൻ മെല്ലെ എഴുന്നേറ്റിരുന്നു. അവളുടെ കൈ ചേർത്ത് പിടിച്ചു. നിനക്ക് എന്തിനു ഞാൻ കൂടെയുണ്ട് മാഷി. എടുത്തു ചാടി ചെയ്യുന്നതല്ല, എല്ലാം ആലോചിച്ച് പഠിച്ചൊക്കെ തന്നെയാണ് ഇറങ്ങാൻ തീരുമാനിച്ചത്. ഉപ്പാൻ്റെ ആഗ്രഹം സഫലമാവണം. കെട്ടിപ്പടുത്തതെല്ലാം തിരികെ കൊണ്ടുവരണം. പണത്തിനു വേണ്ടിയല്ല മാഷി. നമ്മുടെ ഉപ്പൊരു പാവമായിരുന്നു. പലരെയും ചികഞ്ഞു നോക്കാതെയും വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ഒരു പാവം. ചരിച്ചും വെട്ടിച്ചും നേടിയവരൊക്കെ അടിത്തറ ഇളക്കി മറിച്ചിട്ട് ഈ മാഹീനിനെ അടങ്ങൂ. അത് പറയുമ്പോൾ അവൻ്റെ ഉള്ളും പുറവും ഒരുപോലെ ദേഷ്യത്താൽ ചുമന്നു. അവൻ്റെ ആ ഭാവത്തിൽ മാഷിയും അല്പം ഭയന്നു. ഇക്കാക്ക എന്ന വിളിയോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവൾ. ഒന്നും വേണ്ട നമുക്ക്. ഇങ്ങനെ അങ്ങ് പോയാൽ മതി ഇക്കാക്ക. ഇനി വേദനിക്കാനും നഷ്ടപ്പെടുത്താനും വയ്യ എനിക്ക്. എനിക്ക് വേറെ ആരുമില്ല. പദം പറഞ്ഞുകൊണ്ട് നിർത്താതെ കരയുന്നവളെ മാഹിൻ ചേർത്ത് പിടിച്ചു. അവൾക്കൊന്നും അറിയില്ല നഷ്ടങ്ങളുടെ കണക്കല്ലാതെ. മാഷി, നിനക്ക് ഞാനേ ഉള്ളൂ എന്ന് മറന്നിട്ടില്ല ഞാൻ. മറക്കുകയില്ല. പക്ഷെ ഉപ്പാൻ്റെ കണ്ണിലെ നിസ്സഹായത കണ്ടില്ലെന്ന് നടിച്ചാൽ ഞാൻ ആ മനുഷ്യൻ്റെ മോനല്ലാതെ പോവും. എനിക്കെൻ്റെ ഉപ്പാൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണം. അതെൻ്റെ വാശിയാണ് മാഷി. അധികം വൈകാതെ നീയും എൻ്റെ ഒപ്പം കൂടണം. എല്ലാം ഞാൻ വൈകാതെ പറഞ്ഞു തരുന്നുണ്ട്. കൂടെ നിന്നാൽ മതി. ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. എന്തൊക്കെ പറഞ്ഞാലും പിന്മാറാൻ സാധ്യതയില്ലെന്ന് മനസ്സിലായപ്പോൾ മനസ്സില്ലാ മനസ്സോടെ അവൾ തലയാട്ടി. പ്രൗഢിയുടെ അലങ്കാരങ്ങൾ അധികം വൈകാതെ കൈപ്പിടയിൽ ഒതുങ്ങുമെന്നറിയാതെ. പോയി കിടന്നോ. മക്കൾ ഉണർന്നാൽ പിന്നെ നിനക്ക് കിടക്കാൻ പറ്റില്ല. ഞാനും ഒന്ന് കിടക്കട്ടെ. അതും പറഞ്ഞ് മാഷിയെ റൂമിലാക്കി അവൻ ഹാളിലെ സെറ്റിയിലേക്ക് കിടന്നു. ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ആഗ്രഹങ്ങളുടെ കെട്ടുകൾ അവൻ്റെ മുമ്പിൽ തെളിഞ്ഞു. പിന്നെ അവയിലൂടെ അവൻ്റെ കണ്ണുകൾ അടഞ്ഞു. റൂമിൽ ചെന്ന് തൊട്ടിലിൽ കിടക്കുന്ന മോനെ ഒന്ന് നോക്കി. എഴുന്നേറ്റ് പാല് കുടിക്കേണ്ട സമയമായിട്ടുണ്ട്. 1-2 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ഒരു ചിണക്കമുണ്ട്. വിശപ്പിൻ്റെ. അതിനുമപ്പുറം ഉമ്മാൻ്റെ ചൂടിലേക്കൊന്ന് ചേർന്ന് കുടിക്കാൻ. ചില നേരം പാലും കുറിച്ച് ഉറങ്ങും. ചില നേരം കയ്യിലേക്ക് ഒതുക്കി വെച്ചാൽ മതി. എത്ര നേരം വേണമെങ്കിലും അങ്ങനെ അവൻ ഉറങ്ങിക്കോളും. കരുന്നതിന് മുമ്പ് തന്നെ തൊട്ടിലിൽ നിന്നും എടുത്ത് കട്ടിലിൽ കിടത്തി. സ്ഥലം കുറവായത് കൊണ്ട് തന്നെ കുറുകനെയാണ് മക്കളെ കിടത്തിയത്. അല്ലെങ്കിൽ പിന്നെ കാലുകളും കൈകളും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് ആകെ മൂളലും കരച്ചിലും ചിലപ്പോൾ അടിപിടിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് എഴുന്നേറ്റ് നോക്കും കാലോ കൈയോ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുണ്ടെന്ന്. മോനെ കിടത്തിയതും അവൻ തിരിഞ്ഞു കിടന്നുറക്കമായി. എന്നാലും അവൻ്റെ കാലിൽ മെല്ലെ ഒന്ന് തട്ടിക്കൊടുത്തു. പിന്നെ മോളുടെ അടുത്തേക്ക് തിരിഞ്ഞു. ഉമ്മയുടെ ലാളന കിട്ടാത്ത ആ കുഞ്ഞിനോട് ഒരു പ്രത്യേക വാത്സല്യം തോന്നി അവൾക്ക്. അവളുടെ കവിളിൽ തലോടെ മെല്ലെ ഉറക്കം പിടിച്ചു. 4 മണിക്ക് അലാറം വെച്ച് സുഹൈലയാണ് ആദ്യം ഉണർന്നത്. മാഷിയെ ഉണർത്താതെ മിക്ക ജോലികളും അവൾ വേഗം ചെയ്തൊതുക്കി. 5 മണി ആയപ്പോഴും കാപ്പിയും കടിയും കറിയും ഒക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് തേങ്ങ ചിരകി ഒരു ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെച്ചു. ആവശ്യമുള്ളപ്പോൾ അല്പം എടുത്താൽ മതിയല്ലോ. അങ്ങനെയുള്ള നുറുക്കുപണികൾ മാഷിക്ക് സഹായമാകുന്ന രീതിയിൽ വൃത്തിയിൽ ചെയ്തു ചേർത്തു അവൾ. അടുക്കള ക്ലീൻ ചെയ്ത് നേരെ പോയി കുളിച്ച് നിസ്കരിച്ചു. മാഷി അപ്പോഴും ഉണർന്നിട്ടില്ലായിരുന്നു. 5:30 ആയപ്പോൾ കതകിന് മെല്ലെ മുട്ടി വിളിച്ചു. ഇപ്പോൾ വരാമെന്ന മറുപടിയും നൽകി അവൾ വേഗം മോളെ നെഞ്ചിൽ നിന്ന് മാറ്റിക്കെടുത്തി. ഇടയ്ക്കുണർന്നപ്പോൾ മോനാണെന്ന് കരുതി എഴുന്നേറ്റ് മടിയിൽ വെച്ച് പാല് കൊടുത്തു. കണ്ണുകൾ തുറക്കാൻ പറ്റാത്ത പോലെ അടഞ്ഞു തുടങ്ങിയപ്പോൾ മതിലോരം ചേർന്നിരുന്ന് അവൾ കണ്ണുകൾ അടച്ചു. അവൾ പാല് കുടിച്ചുറങ്ങുകയും ചെയ്തു. കതകിൻ്റെ മുട്ട് കേട്ടാണ് പിന്നെ ഉണർന്നത്. വേഗം എഴുന്നേറ്റ് പല്ല് തേച്ച് വൃത്തിയായി നിസ്കരിച്ചു. അപ്പോഴേക്കും 6 മണിയായിരുന്നു. റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കണ്ടു ഇക്കാക്കയും ഉവൈസയും ചായ കുടിക്കുന്നത്. അടുക്കളയിൽ ചെന്നപ്പോൾ നല്ല ചൂട് ചായ കയ്യിൽ തന്നു സുഹൈലത്ത. അടുക്കള കണ്ടപ്പോഴേ മനസ്സിലായി ആൾ നേരത്തെ ഉണർന്നിട്ടുണ്ടെന്ന്. എന്നെയും കൂടി വിളിക്കായിരുന്നു സുഹൈലത്ത. കാസറോള തുറന്ന് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. ഇടിയപ്പവും ചിക്കൻ കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കൂടെ തേങ്ങാപ്പാലും. സുഹൈലത്താൻ്റെ സ്പെഷ്യൽ ഐറ്റമാണ് ചിക്കൻ കറി. നല്ല ടേസ്റ്റാണ്, അസാധ്യ മണവും. മക്കൾക്ക് വേണ്ടിയാണ് തേങ്ങാപ്പാൽ, വലിയവർക്കും കൂട്ടാം. ആഹാരം കഴിച്ചിട്ടാണ് അവർ പോകാനിറങ്ങിയത്. 8 മണിക്ക് മുമ്പ് തന്നെ അവിടെ ഹോസ്പിറ്റലിലെത്തണം. മാഹീൻ ഉവൈസിനോട് പറഞ്ഞു. ഇറങ്ങുന്നവരും കണ്ണുകൾ നിറഞ്ഞുപോയി. പിന്നെ കെട്ടിപ്പിടിച്ച് 2 കവിളിലും ഉമ്മ തന്ന്
പ്രാർത്ഥിക്കണം മാഷി എന്ന് പറഞ്ഞ് ആദ്യം സുഹൈലത്ത് തന്നെയാണ് വണ്ടിയിൽ കയറിയത്. ഡോറിനരികിൽ ചെന്നപ്പോൾ ആള് തല കുനിച്ചിരിപ്പുണ്ട്. കരയുന്നുണ്ടാവും. കരഞ്ഞോട്ടെ, പക്ഷേ ഇനി തിരികെ എത്തുമ്പോൾ ചിരിയോടെ കണ്ടാൽ മതി എനിക്ക്. ആ വയറ്റിൽ ഒരു കുഞ്ഞു ജീവൻ തുടിച്ചാൽ മതി. അത് മാത്രമേ ഹൃദയത്തിലുള്ളൂ. ഉവൈസിക്കയും വന്ന് യാത്ര പറഞ്ഞു. ജുനൈസിന് നിൻ്റെ നമ്പർ കൊടുക്കട്ടെ മാഷി? നിനക്ക് ഇന്ന് വരുമായിരിക്കും. ഇന്നലെ അവനെ വരാൻ കഴിയാഞ്ഞിട്ടായിരിക്കും. ഞങ്ങൾ പോയാൽ പിന്നെ നിന്നെ വിളിക്കാൻ നിൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ആളിതുവരെ വന്നിട്ടില്ല. അവിടെ എത്തും മുമ്പ് ഒന്ന് വിളിക്കണം. ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഇനി അതുകൂടി പറഞ്ഞാൽ മോളെ കാര്യം ഓർത്ത് വീണ്ടും ടെൻഷനായാലോ എന്ന് കരുതി പറയാഞ്ഞതാ. എന്തായാലും എല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. നിന്നെ ഞാൻ വിളിക്കാം. എന്നാൽ ശരി കേട്ടോ. ഇടയ്ക്ക് വിളിക്കാൻ പറ്റിയാൽ വിളിക്കാമെന്ന് പറഞ്ഞ് ഉവൈസിക്കയും കാറിൽ കയറി. മാഷി, ഉച്ചയ്ക്ക് ചോറുണ്ണാൻ ഞാൻ കാണും. ഞാൻ നാളെ രാവിലെ പോകുള്ളൂ. ഒറ്റയ്ക്കല്ല, വിഷമിക്കണ്ട എന്നർത്ഥം ആ വാക്കുകളിലുണ്ട്. ഒരു കുഞ്ഞെന്ന ആഗ്രഹം സഫലമാക്കണം റബ്ബേ, ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചു മാഷി. ഉമ്മാൻ്റെ ഏതോ ബന്ധുക്കൾ വന്നത് കണ്ടതും ഉമ്മയോട് അനുവാദം വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു ജുനൈസ്. മോളെ കൂടെ കൂട്ടണം, അത് മാത്രമേ അവൻ്റെ മനസ്സിൽ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. മാഷിയെ ഇങ്ങനെ ഒറ്റക്കാക്കാനാണോ നിൻ്റെ തീരുമാനം? അവൾക്ക് ഇനി ജീവിതമുണ്ട്. പല വഴി തിരിഞ്ഞു പോകുന്ന നമ്മളുടെ ഔദാര്യം എപ്പോഴെങ്കിലും കിട്ടിയാൽ മതിയാകില്ലല്ലോ അവൾക്കും മക്കൾക്കും. അവൾക്ക് പറ്റിയ ഒരാളെ കണ്ടെത്തണം മാഹീനെ. അവളെയും മക്കളെയും നോക്കാൻ പറ്റുന്നൊരുത്തൻ. പറഞ്ഞുകൊണ്ടവൻ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന മാഹിനെ നോക്കി പറഞ്ഞു ഉവൈസ്. അതിന് അവൾ സമ്മതിക്കോ ഉവൈസിക്ക? നിങ്ങളെ അനിയൻ അവളെ വേണ്ടാന്ന് വെച്ച് ഒഴിവാക്കിയതാണെങ്കിലും അവളുടെ മനസ്സിൽ നിന്ന് അവൻ മാഞ്ഞു പോവോ? അല്ലെങ്കിൽ ആ സ്ഥാനം മറ്റൊരാൾക്ക് കൊടുക്കുമോ അവളെ? മാഹിൻ ആകുലതയോടെ ഉവൈസിനെ നോക്കി. സാവധാനം നമുക്ക് അവളോട് സംസാരിക്കാം മാഹി. എങ്കിലും നിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവണം എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു വെച്ചെന്നേ ഉള്ളൂ. ചെറിയ പ്രായമാണ് അവൾക്ക്. 3 മക്കളുണ്ടെന്നേ ഉള്ളൂ. അവൾക്കൊരു കൂട്ട് വേണം മാഹീനെ, കൂടെ മക്കൾക്കും. നമുക്ക് നോക്കാം ഉവൈസിക്ക. തൽക്കാലം അവളെ കുറച്ച് ബോൾഡാക്കണം. മുമ്പത്തെ ഊർജം പ്രസരിപ്പും ഒന്നും ഇപ്പോഴില്ല. ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയെപ്പോലെ. പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാത്ത പോലെ ഇപ്പോൾ അവൾ ഓരോ രീതികളും. അവൾക്കൊരു മാറ്റുണ്ടാവണം, മാറ്റിയെടുക്കണം. അവൻ കരുതലോടെ പറഞ്ഞു. സുഹൈല എല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും പുറത്തേക്ക് തന്നെ നോക്കിയിരിപ്പാണ്. വല്ലാത്ത ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഹോസ്പിറ്റലിലെ കാര്യങ്ങളും ട്രീറ്റ്മെൻറ്റും അത് കഴിഞ്ഞുള്ള റിസൾട്ടും ആകെ ബേജാർ പൊതിയുന്നുണ്ട് അവളുടെ മനസ്സിന്. വീട്ടുകാരോടൊന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെയൊരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ് പോകുന്നത് എന്ന്. പ്രകൃതി ചികിത്സക്ക് പോകുന്നു എന്നാണ് പറഞ്ഞത്. ഉവൈസിക്കയുടെ ബാക്ക് പെയിൻ ഒരു കാരണമായി പറഞ്ഞു. പിന്നെ കൂടെ ഒരാൾ വേണം എന്നതുകൊണ്ട് തന്നെയും കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാണ് പോയത്. ഉമ്മയുടെ മുഖത്ത് അല്പം മുഷിപ്പുണ്ടായെങ്കിലും എതിർത്തൊന്നും പറഞ്ഞില്ല. ഇറങ്ങുന്നേരം കൈസും പെണ്ണും ഇല്ലായിരുന്നു വീട്ടിൽ. അവർ മിക്കപ്പോഴും യാത്രയിലാണല്ലോ. അതുമല്ല ഉവൈസിക്കക്ക് ഇപ്പോൾ അവനോട് അധികം മിണ്ടാട്ടവുമില്ല. മാഷിയുടെയും മക്കളുടെയും കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. എന്നിട്ടും കൈസിന് ഒരു ഭാവഭേദവുമില്ല. ഓർക്കാൻ സുഖമില്ലാത്ത ചിന്തകൾ വീണ്ടും ചികഞ്ഞ് പുറത്തേക്ക് വരും. മനസ്സ് മടുപ്പിക്കും, ഹൃദയത്തെ കരയിക്കും. ഒരു ദീർഘനിശ്വാസം എടുത്ത് കണ്ണുകൾ ഇറുക്കി അടിച്ച് തുറന്ന് സുഹൈല. മാഷിയുടെ വാക്കുകളാണ് അന്നേരം മനസ്സിലേക്ക് വന്നത്. ഒരുപാട് ആഗ്രഹിക്കുക എന്ന്, സന്തോഷങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക എന്ന്, കുഞ്ഞുമുഖം മനസ്സിൽ നിറച്ച് കൊതിയോടെ ഓരോ നിമിഷവും കാത്തിരിക്കുകയെന്ന്. അവൾ മെല്ലെ ചിരിച്ചു. പിന്നെ അവളൊന്ന് ഉദരത്തിൽ മെല്ലെ തലോടി. കുറേ നേരമായി ജുനൈസിനെ വിളിക്കുന്നുണ്ട് ഉവൈസ്. പക്ഷെ കണക്റ്റ് ആവുന്നില്ല. അതെന്ത് പറ്റിയാവോ? വിളിച്ചിട്ട് കിട്ടുന്നില്ലേ? ഇനി മാഷിയുടെ നമ്പർ എങ്ങനെ കൊടുക്കാനാ? അവൻ വീണ്ടും ഫോണിലേക്ക് നോക്കി. നിൻ്റെ ഫോൺ ഒന്നെത്താ മാഹീനെ. ജുനൈസിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇനി എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണെന്ന് അറിയില്ല. ഹോസ്പിറ്റലിൽ എത്തിയിട്ട് വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ അയാളും പേടിക്കും. മാഷി പിന്നെ അയാളൊന്ന് കണ്ടിട്ട് പോലുമില്ല. മാഷിക്ക് ഇപ്പോഴും അയാൾ അപരിചിതനാണ്. ഒന്ന് വിളിച്ചറിയിച്ചാൽ പിന്നെ സമാധാനം ഉണ്ടല്ലോ. മാഹീൻ്റെ ഫോൺ വാങ്ങി ജുനൈസിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. റിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. ഇനി സൈലൻറ്റോ മറ്റോ ആവും. ഹോസ്പിറ്റലിൽ തിരക്കാവും. പിന്നെ വാട്സപ്പിൽ മാഷിയുടെ നമ്പറും ഒരു വോയിസും അയച്ചിട്ടു. സമയം കിട്ടുമ്പോൾ നോക്കിക്കോളും. ഇപ്പോൾ ഇത്രയും മതി. അവിടെ ആരുമില്ലാത്ത സ്ഥിതിക്ക് മാഷിയും മക്കളും സേഫാണോ ഉവൈസിക്ക? അവിടെ വേറെ എവിടെയെങ്കിലും വീട് നോക്കേണ്ടി വരുമോ? തൊട്ടടുത്ത് തന്നെ ഓണറുമുണ്ടെന്ന ധൈര്യത്തിലാണ് അവളെ അങ്ങോട്ടാക്കിയത്. ഇതിപ്പോൾ ഒരു ഹോസ്പിറ്റലും കാര്യങ്ങളായി എന്ന് വരുമെന്നാ? കുറേ സ്ഥലവും അതിൽ 2 വീടും. എന്തെങ്കിലും പെട്ടെന്നൊരാവശ്യം വന്നാൽ അവൾ എന്ത് ചെയ്യും? മാഹീന് ഇന്ന് തന്നെ മടങ്ങിപ്പോണം. പിന്നെ പെട്ടെന്നൊരു വരവ് അടുത്തുണ്ടാവുമോ എന്നും പറയാനാവില്ല. കുറേ അധികം ജോലികൾ
ഇപ്പോഴേ കുന്നുകൂടിയിട്ടുണ്ടാവും. അതിനൊപ്പം ഉപ്പാൻ്റെ ബിസിനസ് കൂടി പതിയെ തുടങ്ങി വെക്കണം. ഓർത്തിട്ട് അവൻ്റെ തല പുകഞ്ഞു തുടങ്ങി. മാഷിക്കരികിൽ ഓടിയെത്താൻ എപ്പോഴും കഴിഞ്ഞെന്ന് വരില്ല. സാഹചര്യം അങ്ങനെയാണ്. അല്ലെങ്കിൽ അവൾക്ക് സഹായത്തിന് ആരെങ്കിലും ഏർപ്പാട് ചെയ്താലോ വയസ്സുക്ക? അതാകുമ്പോൾ കടയിലോ മറ്റോ പോകാനോ ഹോസ്പിറ്റൽ ആവശ്യം വന്നാൽ കൂടെ ചെല്ലാനോ. അവൾക്ക് വയ്യാത്തെങ്കിൽ ഒരു സഹായത്തിന് ഒരാൾ നല്ലതല്ലേ? ആ വഴിയൊന്ന് നോക്കിട്ടെ ഞാൻ. അവൻ ഉവൈസിന് നേരെ ഒന്ന് തല തിരിച്ചു നോക്കി. അവനും ആലോചനയിലായിരുന്നു. അവൾക്ക് ഡ്രൈവിംഗ് അറിയാലോ വയസ്സുക്ക, സുഹൈല പറഞ്ഞു. കൈസ് ഇടയ്ക്ക് അവളെ നിർബന്ധിച്ചു കൊണ്ടുപോയി പഠിപ്പിച്ചിരുന്നു. പേടിയാണ്, എവിടെയും തട്ടുമുട്ടുമെന്നൊക്കെ പറഞ്ഞ് ഒഴിവ് കഴിവ് പറഞ്ഞതും ചെവി കൊള്ളാതെ അത്യാവശ്യമാണ് മാഷിയെന്ന് പറഞ്ഞ് അവൻ പഠിപ്പിച്ചു കൊടുത്തു. പിന്നേ ദിവസം 2 മണിക്കൂർ രാവിലെ സമയം കിട്ടിയില്ലെങ്കിലും പാതിരാത്രിയെങ്കിലും കൊണ്ടുപോകും ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ. ഒരു ദിവസം ഉറങ്ങിക്കിടന്നവളെ കട്ടൻ ചായം കുടിപ്പിച്ചു കൊണ്ടുപോയത് ഓർമ്മയിൽ വന്നതും സുഹൈലിയുടെ മുഖത്ത് അറിയാതെ ചിരി വരുന്നു. എന്ത് രസമായിരുന്നു അല്ലേ ഉവൈസിക്ക? കൈസും മാഷിയും ഒക്കെ വീട്ടിലുണ്ടായിരുന്നപ്പോൾ ഓർമ്മകളിൽ നിന്നതുപോലെ അവൾ ഉവൈസിനോട് പറഞ്ഞു. അവനും ആ കാലത്തിലൂടെ പിന്നോട്ട് പോയിരുന്നുവെന്ന് അവൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവും. മാഹിൻ ദീർഘമായെന്ന് നിശ്വസിച്ചു. കഴിഞ്ഞു പോയതിനെ പറ്റി ഇനിയും ഓർത്തിട്ടെന്തിനാ? ചിലപ്പോൾ വിധി ഇങ്ങനെയാവും. ഒരുപാട് സന്തോഷങ്ങൾ ഒരുമിച്ച് വന്ന് തീർന്നപ്പോൾ ഒരു ദുഃഖമിടയ്ക്ക് ഇങ്ങനെ പതിയിരിക്കും. നല്ലതിന് മാത്രമാണെന്ന് ഉറച്ചു വിശ്വസിക്കുക. ക്ഷമയോടെ കാത്തിരിക്കുക, പ്രാർത്ഥിക്കുക, റബ്ബിലേക്ക് ഭരമേൽപ്പിക്കുക. അല്ലാതെ നിസ്സാരമായ മനുഷ്യൻ എന്ത് ചെയ്യാനാണ്? കിളിക്കൂട് എന്ന് പേരെഴുതിയ വലിയ ഗേറ്റിന് മുമ്പിൽ മാഹിൻ വണ്ടി നിർത്തി. പുറത്ത് സെക്യൂരിറ്റി റൂമിനരിയിലേക്ക് നടന്നു. 2 പേരും അഡ്രസ്സും അപ്പോയിൻമെൻറ്റ് ലെറ്ററും കാണിച്ചു. അവർ അത് ചെക്ക് ചെയ്ത് ഗേറ്റ് തുറന്നു. മാഹിൻ വണ്ടി എടുത്ത് അകത്തേക്ക് നടന്നു. കണ്ണെത്താ ദൂരത്തോളം പച്ചപ്പിൽ നീണ്ടു കിടക്കുന്ന മനോഹരമായ ഒരിടം. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇത്ര വിശാലത അറിയാനേ പറ്റില്ല. ഇതിപ്പോൾ ഏക്കർ കണക്കിന് ഭൂമിയിൽ എവിടെ നോക്കിയാലും പച്ചപ്പ്. പാർക്കിങ്ങിൽ വണ്ടി നിർത്തി ഇറങ്ങിയവൻ ആവശ്യം വേണ്ട ഫയലുകളും റിപ്പോർട്ടുകളും ഒക്കെ എടുത്ത് അവർ നടന്നു. വീടിന് മുമ്പിൽ വണ്ടി നിർത്തി ജുനൈസ് ഹോണടിച്ചു. സൈഡ് ഗ്ലാസ് തുറന്ന് തല പുറത്തേക്കിട്ട് സെക്യൂരിറ്റി റൂമിലേക്ക് നോക്കി. ജമാൽക്ക, ഗേറ്റ് തുറക്കേ, അവൻ അക്ഷമയോടെ വിളിച്ചു പറഞ്ഞു. പാതി ഉറക്കത്തിൽ നിന്നുയർന്ന് തലയിലെ തൊപ്പി ശരിയാക്കി അയാൾ വേഗം എഴുന്നേറ്റ് ഗേറ്റ് തുറന്നു കൊടുത്തു. കുഞ്ഞേ, സാറിന് എങ്ങനെയുണ്ട്? വണ്ടി അകത്തേക്ക് കയറ്റിയതും അയാൾ ഭവ്യതയോടെ ചോദിച്ചു. ഇപ്പോൾ കുറവുണ്ടിക്ക, 1 മണിക്കൂറിനുള്ളിൽ എനിക്ക് തിരികെ പോകണം. ശരിക്ക എന്ന് പറഞ്ഞ് നേരെ മാഷിയുടെ വീട്ടുമുറ്റത്താണ് വണ്ടി നിർത്തിയത്. 8 മണി ആകാറായിട്ടുണ്ട്. ആരെയും പുറത്ത് കാണുന്നില്ല. ഇനി ഉണർന്നിട്ടില്ല ആരും. അവൻ കാറിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി. ഇൻഷാ അല്ലാ, ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.